ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി സമയമായിട്ടുണ്ട്. 9:30 ടൈം. അപ്പോൾ ഇതാ 8:30 ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് സൺസ്ക്രീനും നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ രാത്രി. അപ്പോൾ അതാ സൺസ്ക്രീന് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വേറെ ഒന്നുമില്ല, രാത്രി വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അതിനൊരു പൊട്ടും കൂടെ വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും ചേട്ടനും കൂടിയാണ് പോകുന്നത്, എന്നത്തെയും പോലെ തന്നെ. അപ്പോൾ ദാ വീടൊക്കെ ലോക്ക് ചെയ്ത് ദാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ തിയേറ്ററിലോട്ട് ദേ പോവുകയാണ്. ഇവിടുത്തെ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള തമ്പാനൂരുള്ള കൈരളി തിയേറ്ററിലാണ് കേട്ടോ പോയത്. അപ്പോൾ ദാ അവിടെ എത്തി. അപ്പോൾ ഏത് മൂവിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ ജുറാസിക് വേൾഡ് റീബർത്ത് കാണാനാണ് പോയത്. ഷോ എന്ന് പറയുമ്പോൾ 9:30 നമ്മളവിടെ എത്തിയത് 9 മണിക്കാണ്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ നിച്ചു അകത്ത് കയറി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയൊക്കെ കളിച്ച് അപ്പോഴത്തേക്കും ടൈം ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സ്ക്രീന് മേലെ ആയിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും മോനുമായിട്ട് മേലോട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് അവിടെ കണ്ണാടിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പം കുഞ്ഞിന് കണ്ണാടി കിട്ടിയില്ല. അവിടെ താഴെ പോയി ബില്ല് ചെയ്താൽ മാത്രമേ, ക്യാഷ് പേ ചെയ്ത് ബില്ല് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വന്ന് കണ്ണാടി മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചേട്ടനും മോനും കൂടെ താഴോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവർ ബില്ലൊക്കെ ചെയ്ത് വന്ന ടൈമായപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട് ആൾ. അങ്ങനെ ഫിലിം ഫുള്ള് കണ്ടായിരുന്നു. നിച്ചു ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മൂവി കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഓക്കെ ഫിലിമാണ്. എനിക്ക് തോന്നുന്നു അത് കൂടുതലും കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടുക. കാരണം അതിൽ അനിമൽസിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് മൂവി കുറച്ച് ലാഗായിട്ട് തോന്നി. അതുപോലെ തന്നെ അതിൽ ഓരോ സീനും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദേ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.